Meet the editors. കോൺഗ്രസ് നേതാവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നു. ദില്ലിയിൽ ബിജെപി ദേശീയ ആസ്ഥാനത്തെത്തിയ പത്മജ പ്രകാശ് ജാവ്ദേക്കറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസിൽ നിന്ന് നേരിട്ട അവഗണനയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പത്മജ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും പത്മജ പ്രശംസിച്ചു. കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചു. പിതാവും സഹോദരനും പാർട്ടി വിട്ടിട്ടും കോൺഗ്രസിൽ ഉറച്ചുനിന്ന പത്മജ പ്രകാശ് ജാവ്ദേക്കറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് ബിജെപി പ്രവേശനം. ഞാൻ കുറെ കാലങ്ങളായി ഈ പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണന. കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോകാൻ തീരുമാനിച്ച കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പരാതി കൊടുത്തു 2-3 പ്രാവശ്യം. അതിലൊന്നും ഒരു ഇത് കണ്ടില്ല. എനിക്ക് തോന്നുന്നത് നേരെ ചവറ്റുകൊട്ടയിൽ പോയി എന്നാണ് എനിക്ക് KPC ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. മോദി വളരെ ശക്തനായ നേതാവായതുകൊണ്ടാണ് ബിജെപിയുടെ ഭാഗമായത് എന്ന് പത്മജ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനത്തിന് പേരെടുത്ത് പറഞ്ഞ് മറുപടി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? അദ്ദേഹം ഈ TV-യിലിരുന്ന നേതാവായതാ. അദ്ദേഹം എന്നോട് അത് പറയണം. ബിജെപിയിൽ എത്തുന്ന എല്ലാവർക്കും പദവിയും ചുമതലയും ആദരവും ലഭിക്കും എന്ന് പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചു. പത്മജ വേണുഗോപാൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. അവർ ഒരുപാട് പരാതികൾ എന്തൊക്കെ പറഞ്ഞിരുന്നു. ആ പരാതികളെല്ലാം നേരിട്ട് ഞാൻ ഇടപെട്ട് അവിടുത്തെ DCC പ്രസിഡന്റ് മുഖാന്തരവും നേരിട്ട് KPCC മുഖാന്തരവും ചെയ്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പത്മജയുടെ BJP പ്രവേശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കോൺഗ്രസിനെതിരെ പ്രധാന പ്രചാരണ ആയുധമാക്കും. പത്മജ വേണുഗോപാലിന് BJP എന്തു പദവി നൽകും എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. ലോക്സഭാ സ്ഥാനാർത്ഥിത്വം മുതൽ ഗവർണർ പദവി വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വീഡിയോ കണ്ണം പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. മീഡിയേറ്റേഴ്സിൽ ആദ്യത്തെ ചോദ്യം പത്മജ പാർട്ടിയെ ചതിച്ചോ എന്നതാണ്. ഡോക്ടർ അരുണിലേക്ക് ആദ്യം. പത്മജ പാർട്ടിയെ ചതിച്ചു എന്നാണോ കരുതുന്നത്? സ്മൃതി, നമ്മൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗോവയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ദിഗംബർ കാമത്ത് എന്ന് പറയുന്ന ഗോവയിലെ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ഭാവി MLA-മാരെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു വിചിത്രമായ സത്യപ്രതിജ്ഞ നടത്തിയത് ഓർമ്മിക്കുന്നുണ്ടാവും. അന്ന് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് തങ്ങൾ ജയിച്ചു വന്നാൽ കൂറുമാറില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് രാഹുൽ ഗാന്ധി ദിഗംബർ കാമത്തിനോടും അന്നത്തെ ഗോവയിലെ കോൺഗ്രസ് നേതാക്കളോടും ആവശ്യപ്പെട്ടത്. ഇന്ന് രാഹുൽ ഗാന്ധി മാത്രമാണ് ആ ചിത്രത്തിൽ BJP-യിലേക്ക് പോകാതെ അവശേഷിക്കുന്ന ഏക കോൺഗ്രസ് നേതാവ്. എന്താണ് ഞാൻ അതിനകത്തൊരു സമീകരണം കാണുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഭരണഘടനയിൽ തൊട്ടാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗാന്ധി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ പ്രതിജ്ഞ തന്നെ നിഷ്ഫലമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ബോധ്യമുള്ളൊരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ അവർ BJP-യിലേക്ക് പോകുമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമാനമാണ് ഇവിടെ കോൺഗ്രസിന്റെ പാരമ്പര്യത്തിന്റെ ആ പിതൃവാത്സല്യത്തിൽ മാത്രം രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിയ ഈ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുമ്പോഴും ആ കോൺഗ്രസിനെയോ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മൃദു ഹിന്ദുത്വം എന്നൊക്കെ CPM ആക്ഷേപിക്കുമ്പോഴും ഇപ്പോഴും ദേശീയ തലത്തിൽ ഒരു മതേതരത്വത്തിന്റെ മുഖമായി നിൽക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയെ ഒന്നും മനസ്സിലാക്കാതെയാണ് അവർ ആ പാർട്ടിയിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിയെ മനസ്സിലാക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകയായിരുന്നെങ്കിൽ ഗോവയിൽ എങ്ങനെയാണോ ഭരണഘടനയെ മനസ്സിലാക്കാതെ സത്യപ്രതിജ്ഞ ചെയ്തത് സമാനമായ രീതിയിലാണ് ഇവിടെ പത്മജ വേണുഗോപാലിന്റെ ഈ പോക്ക്. നിസ്സംശയം നമുക്ക് പറയാം പാർട്ടിയെ ചതിച്ചിട്ടാണ് ഈ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് BJP-ക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് കണക്കാക്കിയാൽ ആവില്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. നോക്കൂ, നമ്മളുടെ മുന്നിൽ 2 കാര്യങ്ങളാണ്. പത്മജ വേണുഗോപാൽ പോകാതിരിക്കണമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ സിദ്ദിഖുമായി ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ED-യുടെ അന്വേഷണത്തെ ഭയന്ന് പത്മജ വേണുഗോപാൽ പോയി എന്നാണ്. പക്ഷേ ഇത് ഒരു BJP-യുടെ ഒരു സ്ട്രാറ്റജി എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലുമുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ 42ാമത്തെ മിനിമം DCC അധ്യക്ഷ പദവിയിലെങ്കിലും എത്തിയ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ BJP-യിലേക്ക് എത്തുന്നത്. വളരെ പെട്ടെന്നാണ് ഈ നീക്കങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിൽ ഏറെ ശ്രദ്ധേയമായ കാര്യം 1 ഡസനോളം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ
കഴിഞ്ഞ 2 വർഷമായി BJP ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അനിൽ ആന്റണി പോയപ്പോൾ വലിയ ചർച്ചകൾ ചെയ്തു നമ്മൾ. പക്ഷെ അനിൽ ആന്റണി പോയതിനേക്കാൾ വലിയ ഡാമേജ് ലീഡറിന്റെ മകൾ പോകുമ്പോൾ സംഭവിക്കുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. അതൊരു 1-2 ദിവസത്തെ തലക്കെട്ടാവുകയും ആ തലക്കെട്ടോടുകൂടി ഇത് അവസാനിക്കുകയും ചെയ്യും. കാരണം ഒരു നല്ല പ്രചാരകയോ ഒരു നല്ല ക്യാമ്പയിനറോ മിനിമം ഒരു നല്ല ലീഡർ പോലുമല്ല ലീഡറിന്റെ മകളായ പത്മജ വേണുഗോപാൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഈ 2004 മുകുന്ദപുരത്ത് നിന്ന് മത്സരിക്കുന്ന സമയത്ത് അന്ന് UDF 52,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ 1.5 ലക്ഷം ഭൂരിപക്ഷത്തിന് ഈ പത്മജ വേണുഗോപാൽ പരാജയപ്പെടില്ലായിരുന്നു. പിന്നീട് 2011 തേറമ്പിൽ രാമകൃഷ്ണൻ 12,000 വോട്ടുകൾക്ക് വിജയിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ 7,000 വോട്ടുകൾക്ക് പരാജയപ്പെടില്ലായിരുന്നു. അപ്പോൾ അത് 1-2 ആളുകൾ കാലുവാരുന്നതിന്റെ പ്രശ്നമല്ല, തനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്ന തിരിച്ചറിവിലാണ് പത്മജയെ അത് സമ്മതിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാറ്റം BJPക്ക് അനുഗുണമായി തിരഞ്ഞെടുപ്പിൽ നമ്പറിന്റെ രൂപത്തിൽ വോട്ടിന്റെ രൂപത്തിൽ സംഭവിക്കും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോകുന്നു, ലീഡറിന്റെ മകൻ പോകുന്നു, മുരളി ദിയോറയുടെ മകൻ മിലിന്ദ് ദിയോറ പോകുന്നു. ഇത്തരം നോക്കൂ, ഗവർണർ രാജഗോപാലാചാര്യയുടെ മകൻ CK കേശവൻ പോകുന്നു, ജയൻ ചൗധരി ചരൺ സിംഗിന്റെ കൊച്ചുമകൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അതാണ് കെ സുരേന്ദ്രൻ പറയുന്നത്, കോൺഗ്രസ് തകർന്നു തരിപ്പണമാകും. പക്ഷെ BJP മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഈ പിതൃവാത്സല്യത്താൽ മുളച്ചു വന്ന തകരകൾ മറ്റു പാർട്ടിയിൽ പോകുന്നത് കൊണ്ട് കോൺഗ്രസിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് വളർന്നിരിക്കുന്നത് പത്മജ വേണുഗോപാലിന്റെ കൈപിടിച്ചല്ല. കോൺഗ്രസ് വളർന്നിരിക്കുന്നത് ഇവിടുത്തെ സെക്യുലറായ മനുഷ്യരുടെ മനസ്സുകളിലാണുള്ളത്. നേതാക്കൾ പോകുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായും കോൺഗ്രസിന് അടിത്തട്ടിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതൊരു ഹൈപ്പോത്തറ്റിക്കലായ ഒരു സിറ്റുവേഷനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാം. ഇത് കെ കരുണാകരൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJPയിൽ പോകില്ലായിരുന്നു എന്തുറപ്പാണ് നമുക്കുള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ KG മാരാരുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അതിൽ പാഴായ പരീക്ഷണം എന്ന അധ്യായവും വായിച്ചിട്ടുണ്ട്. ആ പാഴായ പരീക്ഷണത്തിൽ അന്ന് കോലിബി സഖ്യത്തിന് മുൻകൈ എടുത്ത നേതാക്കളിൽ ഒരാൾ കെ കരുണാകരനാണ്, വടകരയിലാണെങ്കിലും ബേപ്പൂരിലാണെങ്കിലും. പിന്നീട് മുകുന്ദപുരത്ത് സാവിത്രി ലക്ഷ്മണനെ മത്സരിപ്പിക്കുമ്പോൾ BJP വോട്ടുകൾ വാങ്ങാൻ കെ കരുണാകരൻ നടത്തിയ നീക്കങ്ങളും അന്നത്തെ വിമത കോൺഗ്രസുകാർ പറയാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സാക്ഷാൽ കെ കരുണാകരൻ തന്നെ BJPയിലേക്ക് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പോകുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് പത്മജ വേണുഗോപാലിന്റെ മാറ്റത്തിൽ ഞാൻ ഒട്ടും ഞെട്ടുന്നില്ല എന്ന് മാത്രമല്ല, അത് BJPക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാര്യമായ ഗുണമുണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. അന്ന് ഈ പത്മജ വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപ്, എത്രയോ കാലം മുമ്പ് MLA ആയ ആളാണ് കെ കരുണാകരൻ. അതായത് പത്മജ വേണുഗോപാൽ ജനിക്കുമ്പോൾ അന്ന് MLA ആണ് കെ കരുണാകരൻ. സ്കൂളിൽ പോകുമ്പോൾ അന്ന് കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അവിടെ നിന്ന് പിന്നീട് പാർട്ടി സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പിതൃവാത്സല്യത്തിന്റെ തണലിൽ മാത്രം വളർന്നിരിക്കുന്ന പത്മജ വേണുഗോപാൽ ഇങ്ങനെ മറുകണ്ഠം ചാടുമ്പോൾ അതൊരു ദിവസത്തെയോ 2 ദിവസത്തെയോ ചുരുങ്ങിയ പക്ഷം ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ BJP ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ കൊമേഴ്സ്യൽ സ്ട്രാറ്റജി എന്നതിനുമപ്പുറം, അഥവാ രാഷ്ട്രീയ വാണിജ്യ തന്ത്രം എന്നതിനുമപ്പുറം ഒന്നുമല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയെ ചതിച്ചു എന്ന് ചോദിച്ചാൽ അത് കെ മുരളീധരൻ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ വർക്ക് അറ്റ് ഹോം ആയിരുന്ന ഒരു പ്രവർത്തകരെ മുഴുവൻ ചതിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പോറലും ആ അർത്ഥത്തിലേക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJPയുടെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ കെ കരുണാകരൻ്റെയും ആന്റണിയുടെയും മക്കളെ BJPയിലേക്ക് കൊണ്ടുവന്ന് ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കാൻ BJP ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യ ബ്ലോക്കിൻ്റെ രൂപീകരണം വളരെ ആവേശപൂർവ്വം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്. ഇപ്പോൾ BJPയുടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങൾ വളരെ നിശബ്ദമായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒഡീഷയിൽ BJDയുമായി സഹകരിക്കുകയാണ്. 15 വർഷത്തെ സഖ്യത പുനരാരംഭിക്കുകയാണ്. അപ്പോൾ അത് UPയിൽ RLD ആണ്, ബീഹാറിൽ JDU ആണ്, ത്രിപുരയിൽ തിപ്രാമോത്തയാണ്, മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ UPയിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഇവിടെയൊക്കെ തന്നെയും വലിയ നിലയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട്. ഇപ്പോൾ ത്രിപുരയിൽ തിപ്രാമോത്തയെ സംബന്ധിച്ചിടത്തോളം NDAയിൽ ചേരുന്നതോടുകൂടി അവിടെ തിപ്രാമോത്ത പ്രധാന പ്രതിപക്ഷമാകാതെ വരുന്നു, ലെഫ്റ്റ് പ്രധാന പ്രതിപക്ഷമാകുന്നു. കുറച്ചുകൂടി ഒരു സ്പേസ് അവിടെ ഇടതുപക്ഷത്തിന് ലഭിക്കുകയാണ് ചെയ്തത്. എന്നാലും അവിടെ 2 സീറ്റുകളാണുള്ളത്. അതിൽ ഒരു സീറ്റ്
നല്ല രീതിയിൽ ട്രൈബൽ വോട്ടുകൾ ഉള്ളതാണ്, അല്ലെങ്കിൽ ട്രൈബൽ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് അവിടെ ജയിക്കാൻ കഴിയുന്നത്. നേരത്തെ 2 സീറ്റിലും ജയിച്ചിട്ടുണ്ടെങ്കിലും തിപ്രാമോത്തയുടെ വളർച്ചയ്ക്ക് ശേഷം ട്രൈബൽ സീറ്റുകളിലെല്ലാം തിപ്രാമോത്തയാണ് അവിടെ ജയിക്കുന്നത്. അപ്പോൾ അവിടെ 2 സീറ്റും BJP പിടിച്ചെടുക്കണം എന്ന ഒരു നിശ്ചയദാർഢ്യമോ വാശിയോ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനിയിപ്പോൾ ഒഡീഷയിലേക്ക് പോയാൽ അവിടെ BJDയും BJPയും ചേർന്നാൽ പ്രധാന പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. നോക്കൂ, അവിടെയും കോൺഗ്രസ് വലിയ നിലയിൽ പ്രധാന പ്രതിപക്ഷമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു വലിയ അപകടാവസ്ഥയാണ്. ആ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യം ചേരാതിരുന്നത്. പക്ഷേ ആ പറയുന്ന റിസ്ക് എന്തായാലും BJPക്കോ BJDക്കോ തോന്നുന്നില്ല എന്നുള്ളതാണ്. അവിടെയുള്ള 21 സീറ്റുകളും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇരുവരെയും നയിക്കുന്നത്, പ്രധാനമായും BJPയെ നയിക്കുന്നത്. ഇപ്പോൾ 8 സീറ്റുകൾ ഒഡീഷയിൽ BJPക്കുണ്ട്. അത് 10 മാറ്റുക, 21 സീറ്റുകളും NDAയുടേതാക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടെ പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് വന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ കോൺഗ്രസിലേക്ക് ആളുകൾ ഒഴുകുന്നുണ്ട്. പക്ഷേ ആ ഡാമേജ് പോലും അത് തെലങ്കാനയിൽ നമ്മൾ കണ്ടതാണ്. തെലങ്കാനയിൽ ഈ നിലയിൽ BRSും BJPയും ഒരു ഒളിസഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രചരണമാണ് കോൺഗ്രസിൻ്റെ ഒരു കുത്തനെയുള്ള വളർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെയും വെച്ചാൽ ഒഡീഷയിലും ആ റിസ്ക് എടുക്കാൻ BJP തയ്യാറാകുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഇവിടെ മഹാരാഷ്ട്രയുടെയും അതുപോലെ തന്നെ ബീഹാറിൻ്റെയും സ്ഥിതിഗതികൾ നമ്മൾ നേരത്തെ കണ്ടു എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ദേശീയ തലത്തിൽ വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലേക്ക് വന്നാൽ ടോം വടക്കൻ, അനിൽ ആൻ്റണി, പത്മജ വേണുഗോപാൽ, രാമൻ നായർ, ഇമാതിരി ആളുകളെയാണ് BJPക്ക് കിട്ടുന്നത് എന്ന് നമ്മളത് കാണണം. എന്ന് വെച്ചാൽ പൊട്ടിയതും ചെളുക്കിയതും മാത്രമേ ഇന്നത്തെ നിലയിൽ BJPയിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ BJP ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന പേര് അനിൽ ആൻ്റണിയുടെയും പത്മജ വേണുഗോപാലിൻ്റെയും അല്ല, കെ കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയുമാണ്. അത് ഈ കേരളത്തിൽ കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും പേരുകൾ ഉപയോഗിച്ചാൽ തന്നെ അത് പത്മജയല്ലേ, അത് അനിൽ ആൻ്റണി അല്ലേ തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവും. പക്ഷേ ദേശീയ തലത്തിൽ അതല്ല ഉണ്ടാവുക. ദേശീയ തലത്തിൽ AK ആൻ്റണിയുടെ മകൻ പോയോ, കെ കരുണാകരൻ്റെ മകൾ പോയോ? കാരണം ദേശീയ തലത്തിൽ വളരെ പ്രമുഖരായിട്ടുള്ള 2 നേതാക്കളാണ്, കേരളത്തിൽ നിന്നുള്ള 2 നേതാക്കളാണ് കെ കരുണാകരനും AK ആൻ്റണി. ആ നിലയിലുള്ള പെർസെപ്ഷൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ 2 പേരെയും ചാക്കിട്ട് പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് തിരികെ വന്നാൽ ആ പെർസെപ്ഷൻ അവിടെ നിൽക്കട്ടെ. ദേശീയ തലത്തിൽ BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പെർസെപ്ഷൻ അവിടെ നിൽക്കട്ടെ. എന്താണ് പത്മജ BJPയിലേക്ക് പോകുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡാമേജ്? എന്തുകൊണ്ടാണ് പത്മജ പോയത് എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് ഇക്കാര്യത്തിലൊരു പുനഃപരിശോധന നടത്തേണ്ട ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ നേതൃ ദൗർബല്യമാണ്. ഇവിടുത്തെ നേതാക്കളോട് ഒരു കാര്യവും, ഇവിടുത്തെ പത്മജ അടക്കമുള്ള ആളുകളുടെ ഈ അവരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടല്ലോ, ആ ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ നേതാക്കൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള. പത്മജ നമുക്കറിയാം, ചാലക്കുടിയിൽ മത്സരിച്ച് തോറ്റു, അത് കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിൽ 2 തവണ തോറ്റു. പക്ഷെ തോറ്റപ്പോൾ അവർക്ക് എന്തോ ഒരു പ്രശ്നങ്ങൾ പറയാനുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശക്തമായ നേതൃത്വമില്ല എന്നാണ് പത്മജ കരുതുന്നത്. അങ്ങനെ നേതൃത്വമില്ല എന്ന് കരുതി കോൺഗ്രസിൽ തന്നെ ജീവിച്ചു തുടരുന്ന പത്മജ വേണുഗോപാൽ ആരാധിക്കുന്നത് ആരെയാണ്? നരേന്ദ്രമോദിയാണ് ആരാധിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി നരേന്ദ്രമോദി ആരാധിക്കുന്ന ആൾ ഇന്ന് വൈകുന്നേരമാണ് BJP ചേരുന്നത് എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ കോൺഗ്രസ്സിൽ ഇനിയും ഉണ്ടോ എന്നുള്ള പരിശോധന കോൺഗ്രസ് പാർട്ടി നടത്തണം എന്നുള്ളതാണ്. ഇനി ദേശീയ നേതൃത്വത്തിലേക്ക് പോയാൽ ഈ സംസ്ഥാന നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് പരിഹരിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ACC ജനറൽ സെക്രട്ടറി, ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ വരെ, കേരളത്തിലെ സാധാരണ കോൺഗ്രസ് നേതാക്കളുടെ പ്രശ്നങ്ങൾ വരെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ആശ്വാസവാക്കുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഈ 2 നേതാക്കൾക്ക് ഒരു കാര്യവും സംസാരിക്കാനുള്ള താല്പര്യമില്ല. ഒരാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം എന്ന് പറയുന്നത് ഔദ്ധത്യമാണ്, മറ്റയാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന പ്രശ്നം എന്ന് പറയുന്നത് മറവിയാണ്. ഒരു വിഷയവും അദ്ദേഹത്തിന് തുടർച്ചയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ നേതൃത്വം പോയി. ദേശീയ തലത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി ആരോടും സംസാരിക്കാനേ തയ്യാറാവുന്നില്ല, സോണിയാഗാന്ധി അനാരോഗ്യം മൂലം സംസാരിക്കാൻ തയ്യാറുമല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നേതാക്കളെ BJPയെ സംബന്ധിച്ചിടത്തോളം ചാക്കിട്ട് പിടിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണ്? കേരളം ദേശീയ തലത്തിൽ നിന്ന് വ്യത്യസ്തമായി BJPയിലേക്ക് ചേക്കേറുന്ന നേതാക്കളുടെ നാടല്ല എന്നുള്ള കോൺഗ്രസ് ഇതുവരെ അഭിമാനിച്ച കാര്യമുണ്ടല്ലോ, അത് പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് പൊളിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് പ്രത്യാഘാതങ്ങൾ എന്താണ്? ഇതിപ്പോൾ ഒരു ചെറിയ വിള്ളലാണ് വീണിരിക്കുന്നത്. ആ ചെറിയ വിള്ളലിൽ നിന്ന് വലിയ വിള്ളലാകുമോ കാര്യങ്ങൾ എന്ന് സംബന്ധിച്ച സംശയം എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഇന്ന്
പത്മജ വേണുഗോപാലിന് ലഭിച്ചിട്ടുള്ള വാർത്താ പ്രാധാന്യം കോൺഗ്രസിനെ ആ നിലയിൽ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് CPM പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞത് ആന്റണിയുടെ മകനും കരുണാകരൻ്റെ മകളും പോയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും നാളെ ഒരു അവസരം കിട്ടിയാൽ ചാടിപ്പോകുമെന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് അവലോകനം ചെയ്താൽ 2019 നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിന് മാത്രമാണ് BJPക്കെതിരായ പ്രതിരോധത്തിൻ്റെ മുന്നണി പോരാളിയാകാൻ കഴിയുക. അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. അതുകൊണ്ട് ആ സമയത്ത് ശബരിമല ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതേതര സ്വഭാവമുള്ള കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ UDFന് വോട്ട് ചെയ്യുകയും 19 സീറ്റുകൾ നേടിക്കൊടുക്കുകയും ചെയ്തു. അതാണ് 2019 നറേറ്റീവ് എങ്കിൽ 2024 നറേറ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു MP എന്നുള്ള നിലയിൽ പോലും കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതൊരു വിഷയം. 2, കോൺഗ്രസിന് BJPയെ നേരിടാനുള്ള ശക്തിയില്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ നിലയിലുള്ള ആഖ്യാനം കേട്ടോ, ഞാൻ കോൺഗ്രസിന് BJPയെ നേരിടാൻ ശക്തിയില്ല എന്ന് പറയുന്ന ആളല്ല, പക്ഷേ ആ നിലയിലുള്ള ആഖ്യാനം ഇവിടെ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. മൂന്നാമത്തേത് എന്താണ്? ഈ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള നേതാക്കൾ പോകുന്നു എന്ന് മാത്രമല്ല, നാളെ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചു പോകുന്ന നേതാക്കൾ പോലും ഒരുപക്ഷെ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് CPM വാചാലമാകുമെന്നുള്ളതാണ്. അവസാനിപ്പിക്കാൻ ഞാനിങ്ങനെ, അതായത് 370+ BJP, 400 സീറ്റ് NDA, ഇതാണല്ലോ BJP നമ്മുടെ മുന്നിൽ വെക്കുന്ന മുദ്രാവാക്യം. അബ്കി ബാർ 400 പാർ, എന്താ പറയുക, അബ്കി ബാർ 400 പാർ എന്നാണല്ലോ BJPയുടെ അജണ്ട എന്ന് പറയുന്നത്. എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ, കേരളത്തിലെ ഈ കരുണാകരൻ്റെയും ആന്റണിയുടെയും മക്കൾ എന്ന് പറയുക, ദേശവ്യാപകമായി എവിടെയൊക്കെ കോൺഗ്രസ്സിൽ ഈ സർവീസ് അവസാനിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടോ? ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. നമ്മളിപ്പോൾ അടുത്തിടെ കണ്ടത് മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ടിട്ടുണ്ടല്ലോ, അവരുടെയൊക്കെ സർവീസ് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ സർവീസ് അവസാനിച്ച് കഴിയുന്നവർക്ക് ഒരു ജീവൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ BJP പൊക്കി പിടിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. ഞങ്ങൾ 400 സീറ്റിലേക്ക് കടക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ BJPക്ക് 370+ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. NDAക്ക് 400 സീറ്റ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കേണ്ടതുണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടുള്ള, ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിലും പൂരം നടക്കുകയാണ് എവിടെ NDAയിൽ. അതുപോലെ തന്നെ ബീഹാറിൽ വലിയ തോതിലുള്ള റാലി സംഘടിപ്പിച്ചുകൊണ്ട് RJDയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി വലിയ നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ SP കോൺഗ്രസ് സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്കിലും വേറൊരു പ്രതീതി ഉണ്ടാക്കുകയും ആ പ്രതീതിയിലൂടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം BJP എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ വോട്ടിംഗ് മെഷീൻ കൂടി വന്നേക്കാമെന്നുള്ളതാണ്. ആ നിലയിൽ തെരഞ്ഞെടുപ്പിനെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ പെർസെപ്ഷൻ സെറ്റ്? ഞാൻ ഈ പത്മജ വേണുഗോപാലിനെ ഒന്നും ഗൗരവമായി കാണുന്നേയില്ല. ഒരു സാഹചര്യത്തിലും പത്മജ വേണുഗോപാൽ അല്ല ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എൻജിൻ. അക്കാര്യത്തിൽ ചിലപ്പോൾ രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPM ഒരു പ്രചരണം നടത്തും, കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കാൻ നീക്കും. അതൊരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്നൊക്കെ അറിയാം. പക്ഷെ അതൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറയുന്നത് 400 സീറ്റ് എന്ന BJPയുടെ ലക്ഷ്യത്തിലേക്ക് ഇത്തരം കരുക്കൾ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരുപക്ഷെ തെറ്റുമ്പോൾ ഞാൻ ആ കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചോളാം. പക്ഷേ വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് വലിയ നിലയിലൊരു തെരഞ്ഞെടുപ്പ് ചിത്രമുണ്ടാക്കാൻ വേണ്ടി, അതായത് 370+ എന്ന് പറയുന്നത് എന്താ? ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ഒരു മാൻഡേറ്റാണ്. അതായത് കേവല ഭൂരിപക്ഷമല്ല, ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ഒരു മാൻഡേറ്റിന് വേണ്ടി BJP ബോധപൂർവം ശ്രമിക്കുന്നു. 2025 എന്ന് പറയുന്നത് RSSൻ്റെ 100ാം വാർഷികമാണ്. ആ 100ാം വാർഷികത്തിലേക്ക് പോകുന്ന RSS 2024 അധികാരത്തിൽ വരുന്ന ഒരു BJP സർക്കാരിനെ കൊണ്ട് ഈ രാജ്യത്ത് ഒരു ഹിന്ദുത്വ സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തും. അതിൻ്റെ ഒരു ചെറിയ കരുവ് മാത്രമാണ് പത്മജ വേണുഗോപാൽ. ശരി, ഞങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഇടവേളയ്ക്ക് ശേഷം.
മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. പത്മജ പാർട്ടിയെ ചതിച്ചു എന്നതാണ് നമ്മുടെ ചോദ്യം. പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന വാചകം വന്നിരിക്കുന്നത് പത്മജയുടെ സഹോദരൻ കെ മുരളീധരനിൽ നിന്നാണ്. അപ്പോൾ പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് മാത്രമല്ല, തനിക്ക് സഹോദരിയുമായുള്ള ബന്ധം താൻ പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുപോലെ കെ കരുണാകരൻ്റെ ശവകുടീരം നിൽക്കുന്ന വീട് മുരളി മന്ദിരം, അവിടെ സംഘികൾക്ക് നിരങ്ങാൻ അനുവാദം നൽകുകയില്ല എന്ന വളരെ ശക്തമായ വാക്കുകളാണ് കെ മുരളീധരൻ നടത്തിയത്. അതൊരു തരത്തിൽ പാർട്ടി പ്രതിരോധത്തിലായ ഒരു സന്ദർഭത്തിൽ പാർട്ടിയെ സംരക്ഷിക്കാൻ എടുത്തിരിക്കുന്ന ഒരു നടപടി കൂടിയാണ്. ആ നിലയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടത് കെ മുരളീധരനാണെന്നുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ വർക്ക് അറ്റ് ഹോം നേതാവായിരുന്നു എന്നുള്ളത്. പത്മജ എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. തൃശ്ശൂരിലും ജയിക്കാനിടയുള്ള നല്ല സ്ഥലങ്ങളിലാണ്, നല്ല മണ്ഡലങ്ങളിലാണ് അവരെ പലതവണ നിർത്തിയത്. അവിടെയൊക്കെ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിന് ചില കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു. തൻ്റെ പരാജയത്തിന് കാരണക്കാരായ നേതാക്കൾക്കെതിരെ എഴുതി തന്നെ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആർക്കെതിരെയാണോ പരാതിപ്പെട്ടത് അവർക്കൊരു സ്ഥാനമാനം നൽകിക്കൊണ്ട് തൃശ്ശൂരിൽ തന്നെ അവരോധിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നൊരു വിഷയം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ ശേഷവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു. അതിനുശേഷം അവർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയം മുതൽ അവർ മോദിയെ ആരാധിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മോദിയെ ആരാധിക്കുന്ന കുറേ നേതാക്കൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. ഒരു 30 എന്ന കണക്കൊക്കെ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പറഞ്ഞ കണക്കുകൾ നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് ആ കണക്ക് വിശ്വസിച്ചുകൂടാ. പക്ഷേ പല നേതാക്കളും ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നു, ഏത് ഘട്ടത്തിലും അങ്ങോട്ട് പോകാൻ ചാഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ എന്താണ് ഓഫർ? അതാണ് നമുക്കിനി അറിയേണ്ടത്. അത് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വമാണെന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഇനി അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ രാജ്യസഭ സ്ഥാനാർത്ഥിയാകുമോ, രാജ്യസഭയിലേക്ക് എത്തുമോ? ഇനി അതല്ല ഗവർണർ പദവിയാണോ? ഇനി അതല്ല മറ്റെന്തെങ്കിലും രൂപത്തിലാണോ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ പണമായും പദവിയായാലും മുന്നോട്ട് വെച്ച് നീട്ടുന്നു. അത് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ സദാസന്നദ്ധരായി നിൽക്കുകയാണ്. ഈ ഞങ്ങളിൽ നിന്ന് പോയവരുടെ കണക്ക് എന്ന് കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, രാഹുൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 500ഓളം നേതാക്കൾ, അതിൽ 250 പേരെങ്കിലും MLA-മാരും MP-മാരുമായവരാണ്. അപ്പോൾ എല്ലാ തരത്തിലും പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ യഥാസമയത്തൊക്കെ വാങ്ങുകയും അത് അനുഭവിക്കുകയും ചെയ്ത ശേഷം ഒരു ഘട്ടം എത്തുമ്പോൾ ഇനി അപ്പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം എന്ന രൂപത്തിൽ പോകുന്നത് എന്ത് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോൺഗ്രസ് എന്ന പാർട്ടിക്കൊരു നയം, നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിനനുസരിച്ച് ജീവിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കണം. അപ്പോൾ അത് എവിടെയൊക്കെയോ ചോർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ നോക്കൂ, അവർ മുകുന്ദപുരത്ത് മത്സരിച്ചു. തൃശ്ശൂരിൽ 2 തവണ അവർക്ക് സീറ്റ് നൽകി. KTDC ചെയർപേഴ്സൺ സ്ഥാനത്തുണ്ടായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. AICC അംഗമായിരുന്നു. പുനഃസംഘടിപ്പിച്ച രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥാനങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ട്. പരാജയപ്പെട്ട ശേഷവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പത്മജ ഈ സ്ഥാനങ്ങളൊക്കെ ലഭിച്ച ശേഷം BJP-യിലേക്ക് പോകുമ്പോൾ, ഇനി BJP-യിൽ എത്തിക്കഴിഞ്ഞാൽ പത്മജയെ കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ ഈ സമയത്ത് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന ഞെട്ടൽ നേരത്തെ MP നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുകയാണ്. കെ കരുണാകരൻ്റെയും AK ആന്റണിയുടെയും മക്കളിതാ BJP-യിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഇവിടെയല്ല പറയുക, ദേശീയ തലത്തിലാണ് പറയുക. അപ്പോൾ അത് ഒരു തരത്തിലൊരു ഞെട്ടൽ അവിടെയുള്ളവർക്കും ഉണ്ടാക്കുക. പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ ഇവിടെ എത്തിയല്ലോ, ആ മക്കളെ കൊണ്ട് ഈ പാർട്ടിക്ക് ഗുണമുണ്ടോ എന്നുള്ള കാര്യം മറ്റൊരു വിഷയമായി അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് വലിയ രൂപത്തിലൊരു പ്രചാരണ വിഷയമാക്കും. ഇവിടെ നേരെ മറിച്ച് CPM-നായാലും അത് പറയാൻ സാധിക്കും. CPM അതേ കാര്യം തന്നെ പറയും. നോക്കൂ, അതാ AK ആന്റണിയുടെയും കെ കരുണാകരൻ്റെ മക്കൾ എവിടെയാണ് വന്ന് ചേക്കേറിയിരിക്കുന്നതെന്ന് പറയും. ഇപ്പോൾ P ജയരാജൻ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ അനിയത്തി പോയി, ഇതാ ഏട്ടന് ഉടനെ പോകുമെന്ന് പറയുന്നു. പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിശക്തമായി തന്നെയാണ് കെ മുരളീധരൻ പ്രതികരിച്ചിട്ടുള്ള നിയമത്ത് രാജഗോപാലിനെ പരാജയപ്പെടുത്തിയ ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ കെ മുരളീധരൻ അങ്ങനെ പോകില്ല എന്ന് വിശ്വസിക്കാം. പക്ഷേ ഏതൊക്കെ നേതാക്കൾ ഇനി അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നു എന്നുള്ള കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തൃശ്ശൂരിലാണെങ്കിലും ഇപ്പോൾ പത്മജ പോയ ശേഷം അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് പറയുമ്പോഴും അവിടുത്തെ പ്രവർത്തകർ, പത്മജയോട് അടുത്ത പ്രവർത്തകർ പോകാതിരിക്കാൻ പെട്ടെന്ന് DCC യോഗം വിളിക്കുകയും ബൂത്ത് തലം മുതലുള്ള നേതാക്കൾ അടിയന്തര യോഗം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന് ചോദിച്ചാൽ ചതിച്ചിട്ടുണ്ട്, തിരിച്ച് തന്നെയും ചതിച്ചു എന്നുള്ള വാദം അവർ പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് ആ വാഹനത്തിൽ കയറ്റാൻ പത്മജയെ സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ട്. പല ഘട്ടങ്ങളിലുമായിട്ടും ഈ കുടുംബത്തെ, അതായത് കെ കരുണാകരനെയും മുരളീധരനെയായാലും പത്മജിയായാലും പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രം തിരഞ്ഞെടുപ്പുകളിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, പല സമയത്തായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടിയിൽ നിന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നിൽ നിന്ന് കുത്തലും പരാജയപ്പെടുത്തലും ഒക്കെ ഈ പാർട്ടിയുടെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ പത്മജ പറയുന്നതിൽ അർത്ഥസത്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ തൃശ്ശൂരിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അതേസമയം അതിനുശേഷം വലിയ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പിന്നീട് പരാജയപ്പെടുകയാണ്, അങ്ങനെ പറയാം. പക്ഷേ അവർ ഈ പറയുന്ന പോലെ പുറത്തിറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങ് വിയർത്ത് നടക്കുന്ന ഒരു നേതാവായി നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ രൂപത്തിൽ പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന് ചോദിക്കുമ്പോൾ പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.
പത്മജ പാർട്ടിയെ ചതിച്ചോ എന്ന ചോദ്യത്തിന് ചതിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അത് മറ്റൊന്നുമല്ല, തന്നെ ചതിച്ചവർക്ക് തിരിച്ചൊരു പണി കൊടുത്തു പത്മജ. അതാണ് അവിടെ സംഭവിച്ചത്. 2021 പത്മജ വേണുഗോപാൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ച് പത്മജയ്ക്ക് പിന്നിൽ അണിനിരന്നോ എന്ന ചോദ്യം കോൺഗ്രസ് ഇനിയെങ്കിലും ചോദിക്കേണ്ടതാണ്. കാരണം പത്മജ വേണുഗോപാൽ ഇന്ന് പാർട്ടി വിടുമ്പോൾ പറഞ്ഞ കാര്യം അതാണ്. എന്നെ കൂടെ നിന്ന് കാലുവാരിയ 5-6 പേരുണ്ട്, അവരുടെ പേര് ഞാൻ പിന്നാലെ പുറത്തു പറയും. ആ പറയാൻ പോകുന്ന പേരുകളിൽ കോൺഗ്രസിന്റെ ഇപ്പോൾ നേതൃത്വത്തിലുള്ള ആരൊക്കെയുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് പത്മജയ്ക്ക് പിന്നിൽ എത്രമാത്രം പിന്തുണ കൊടുത്തുകൊണ്ട് പാർട്ടി നിന്നു എന്നുള്ള ഒരു ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ പാർട്ടി മാറുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് പാർട്ടി മാറുന്നത്. ആദ്യമായിട്ടോ രണ്ടാമതായിട്ടോ ഒക്കെ പാർട്ടി മാറിക്കോട്ടെ, അത് കെ മുരളീധരന് നേരെയുള്ള ഒളിയമ്പാണ്. കെ മുരളീധരനും കെ കരുണാകരനും ഒക്കെ പോയപ്പോഴും ഞാൻ പോയില്ലല്ലോ, ഞാൻ പാർട്ടിയിൽ തന്നെ നിന്നില്ലേ എന്ന് പത്മജ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവർക്ക് ദേശീയതയോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് ഒക്കെ തോന്നുന്ന താല്പര്യം എന്ന് പറയുന്നത് ഒരു തെറ്റായ ഞാൻ കാണുന്നില്ല. നരേന്ദ്രമോദി ഇഷ്ടപ്പെടാനായിട്ടൊക്കെയുള്ള ഒരു അർഹതയൊക്കെ എന്തായാലും അല്ലെങ്കിൽ അതിനുള്ള അവകാശമൊക്കെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ട്. പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രിയുടെ വികസന രാഷ്ട്രീയത്തെ അവർക്ക് താല്പര്യമാണ്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ഞാൻ അതിനെയൊന്നും കുറച്ച് കാണുന്നുമില്ല. നേരത്തെ നികേഷ് സാർ പറഞ്ഞതുപോലെ പൊട്ടിയതും ചളുങ്ങിയതും ഒക്കെ BJPയിലേക്ക് പോകുന്നു, അങ്ങനെ ഞാൻ കരുതുന്നില്ല. പത്മജ വേണുഗോപാൽ അങ്ങനെ ഒരു പൊട്ടിച്ചളുങ്ങിയ പാത്രമൊന്നുമല്ല. കാരണം ലീഡർ കെ കരുണാകരൻ്റെ മകൾ എന്ന് പറയുന്നത് ഒരു വലിയ മേൽവിലാസമാണ്. നമ്മൾ ഇത്രയും ചർച്ചയിൽ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ലീഡറുടെ മകൾ, അതുപോലെ AK ആന്റണിയുടെ മകൻ, ആ മേൽവിലാസമാണ് BJPക്ക് വേണ്ടത്, അല്ലാതെ ഈ രണ്ട് വ്യക്തികളെയല്ല. ഈ രണ്ട് വ്യക്തികളെയല്ല. കുടുംബാധിപത്യം പൊളിഞ്ഞില്ലേ? കുടുംബത്തിലെ മകളെതിരെയാണ് എല്ലായിടത്തും മോദി പ്രസംഗിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് വന്ന് രാഷ്ട്രീയത്തിൽ തെളിയിച്ച ആളുകളെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? അപ്പൊ കുടുംബാധിപത്യം ചോദിച്ചതുകൊണ്ട് പറയാം, കുടുംബാധിപത്യത്തോടൊപ്പം നിന്ന് വളർന്ന് വലുതാകാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും എങ്ങും ആകാതെ നിന്ന ആളുകൾ തന്നെയാണല്ലോ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും. അനിൽ ആന്റണിയെ എത്രമാത്രം മുഖത്തിലേക്ക് കോൺഗ്രസ് അവരോധിച്ചു, പത്മജ വേണുഗോപാലിനെ അവരോധിച്ചു, നിർത്തിയിടത്ത് തോൽപ്പിച്ചു പത്മജയെ. അനിൽ ആന്റണിയെ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചില്ല. ഇതിൽ BJPയിലേക്ക് വന്നതിന് ശേഷം അനിൽ ആന്റണിക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുകയാണ്. ഇവിടെ പത്മജ പറയുന്നുണ്ട്, സ്ഥാനമാനങ്ങൾ മോഹിച്ചൊന്നുമല്ല താൻ പാർട്ടിയിലേക്ക് വന്നതെന്ന്. അപ്പോൾ പത്മജയ്ക്ക് യോജിച്ച രീതിയിലുള്ള പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്പേസ് എന്തായാലും കൊടുക്കുമെന്ന് ആ പാർട്ടി പറയുന്നുണ്ട്. അതൊക്കെ ആ പാർട്ടി പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ കുടുംബാധിപത്യത്തിന് ഒപ്പം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഈ 3 പേർക്ക് ചുറ്റും തിരിയുന്ന KC വേണുഗോപാൽ അടക്കമുള്ള മറ്റ് നേതാക്കൾ, അങ്ങനെയുള്ള ഒരു വീലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ വീലിനൊപ്പം രാജ്യത്തെ ജനങ്ങൾ നിൽക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നരേന്ദ്രമോദിയോട് ഇഷ്ടം തോന്നി, അത് എന്ന് തോന്നി എന്ന് പത്മജ പറയുന്നില്ല. ഒരുപക്ഷെ കുറെ കാലമായിട്ടുണ്ടാകും, 2 ടേമായല്ലോ. അപ്പോൾ തുടർ ഭരണത്തിലൂടെ പോകുമ്പോൾ വികസന രാഷ്ട്രീയത്തോട് പത്മജ വേണുഗോപാലിന് താല്പര്യം ഉണ്ടാകാം, അത് പത്മജയുടെ സ്വന്തം താല്പര്യമാണ്. പിന്നെ കെ കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. കോൺഗ്രസ് പാർട്ടിക്ക് തങ്ങളുടെ തലമുതിർന്ന നേതാക്കളുടെ, അതിൽ ഒരാളിന്ന് നമുക്കൊപ്പമില്ല, ലീഡർ നമുക്കൊപ്പമില്ല, പക്ഷേ ലീഡറുടെ ഒരു ലെഗസി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള എല്ലാ അടിതടകളും എല്ലാ കുതന്ത്രങ്ങളും അറിയാമായിരുന്ന കെ കരുണാകരൻ്റെ മകളെ BJPയിലേക്ക് കൊണ്ടുവരാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിജയമാണ്. അതൊരു രാഷ്ട്രീയ വിജയമായി തന്നെയാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു ജീവൻ മരണ പോരാട്ടമായി നിൽക്കുമ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റാൾവാർട്ടിൻ്റെ മകളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. അതിന് 1 വർഷം മുൻപ് അനിൽ ആന്റണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. അതുപോലെ C രഘുനാഥിനെ, കഴിഞ്ഞ തവണ പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അവതരിപ്പിച്ച C രഘുനാഥിനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കി, അതും K സുധാകരനെതിരെ സ്ഥാനാർത്ഥിയാക്കി നിർത്താനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കണ്ണൂരിൽ C രഘുനാഥ്, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി, ഒരു പക്ഷേ പത്മജ വേണുഗോപാലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാം. സീറ്റുകൾ ഒഴിച്ചിട്ടിട്ടുണ്ട്, വരാനുള്ള ആളുകൾ ഇനിയുമുണ്ട് എന്ന് K സുരേന്ദ്രൻ പറയുമ്പോൾ ഒരു പക്ഷേ ഒഴിച്ചിട്ടിരിക്കുന്ന 4 സീറ്റിൽ ഒന്ന് പത്മജ വേണുഗോപാൽ ആകാനുള്ളൊരു സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. അതുപോലെ തന്നെ പത്മജ പറയുന്ന നേതൃപാടവം, കോൺഗ്രസിന് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ലീഡർഷിപ്പാണ്. അതിൽ നിങ്ങൾക്കും തർക്കമുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ, നേതൃപാടവുമുള്ള നേതൃഗുണമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും എല്ലാ സംസ്ഥാനത്തിൽ നിന്നും ആളുകളെ അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ BJPക്ക് നല്ല ആർക്കും വിചാരിച്ചാൽ കഴിയുമായിരുന്നില്ല. കാരണം തകർച്ചയുണ്ടാകുമ്പോഴും ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു ചരിത്രമുണ്ട് കോൺഗ്രസിന്. അപ്പോൾ ആ തകർച്ചയുടെ കാലത്ത് കൂട്ടത്തോടെ ഇവരെല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആ നേതാവിന് ഈ ആളുകളെ എല്ലാവരെയും കൂട്ടി നിർത്താൻ കഴിയുന്നില്ല. അത് അവരുടെ പോരായ്മയാണ്, അവരുടെ പരാജയമാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പരാജയം തന്നെയാണ് പത്മജ വേണുഗോപാൽ പോയത്. അവരുടെ സ്വാർത്ഥ താല്പര്യം ഉണ്ടാകാം, അവർക്ക് ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടുമെന്നുള്ള ഓഫർ ഉണ്ടാകാം, അതൊക്കെ മറ്റൊരു വശം. പക്ഷേ നേതൃത്വത്തിന് ഇവരെ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നേതൃത്വത്തിൻ്റെ, കോൺഗ്രസിൻ്റെ ഒരു പരാജയം തന്നെയാണ്.
ആദർശ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന AK ആന്റണിയുടെ മകനും അതുപോലെ തന്നെ ലീഡറുടെ മകളും BJPയിലേക്ക് പോയെങ്കിൽ അത് നേട്ടം BJPക്ക് തന്നെയാണ്. പത്മജ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാലങ്ങളായുള്ള അവഗണനയെക്കുറിച്ച്, തന്നെ ദ്രോഹിച്ചതിനെക്കുറിച്ച്, തൃശ്ശൂരിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് പത്മജ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരുടെ സെന്റിമെന്റ്സ് ഉണ്ട്. ആ സെന്റിമെന്റ്സ് ഹർട്ടായിട്ടുണ്ട് എന്ന് അവരുടെ വാക്കുകളിലുണ്ട്. 2021 ശേഷം പത്മജയെ നമ്മൾ അധികം കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അധികം ഞാൻ കണ്ടിട്ടില്ല. അധികം പൊതുവേദികളിലോ കോൺഗ്രസ് വേദികളിലോ ഒന്നും കണ്ടിട്ടില്ല. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം മുൻപത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ്, ഒരുപക്ഷെ അഡ്മിൻ ആയിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത്, അവരായിരിക്കില്ല, എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു പോസ്റ്റ് കിടപ്പുണ്ട്. കോൺഗ്രസിന്റെ പദയാത്രയിൽ 3 ദിവസം മുൻപ് ഇവർ പങ്കെടുത്ത, അതിൽ പ്രസംഗിക്കുന്ന, സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയോട് കാലങ്ങളായി അവർക്ക് താല്പര്യമുണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു വാസ്തവം എന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ പാർലമെന്റ്, അസംബ്ലി ഇതിൽ രണ്ടിലും മത്സരിക്കാൻ അവസരം കൊടുത്തു. AICC അംഗമാക്കി, KPCCയിൽ പദവികൾ കൊടുത്തു. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇടത്തൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജംബോ പാർട്ടിയാണ്. ജംബോ പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയിൽ പറ്റുന്നിടത്തെല്ലാം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു അക്കോമഡേഷൻ പത്മജ വേണുഗോപാൽ എന്ന നേതാവിന് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവർ പാർട്ടിയോട് കാണിച്ചത് വഞ്ചനയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവർക്ക് നേരിട്ട ചതിക്ക് ഒരു തിരിച്ചടി കൊടുത്തു എന്നുള്ള ഒരു കാര്യം കൂടി അതിനോട് ഞാൻ കൂട്ടിവെക്കുകയാണ്. അതിനപ്പുറം ഈ പോക്ക്, പത്മജയുടെ പോക്ക്, പത്മജ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളൊന്നും, പത്മജ പോയാൽ കോൺഗ്രസിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന ന്യൂനപക്ഷ പാർട്ടികൾക്ക്, പാർട്ടിയായ ലീഗിനും ഒരുതരം ആശങ്കയുണ്ടായി. ഈ കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാൻ പറ്റുമോ? കോൺഗ്രസ് ഈ രൂപത്തിൽ ഏത് സമയവും മാറാവുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു ആശങ്ക ലീഗിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല. ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തിനെ വേഗം പോയി സഭാ നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി TN പ്രതാപൻ ഈ സംഭവത്തിന് ശേഷം വേഗം പോയി കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ആശങ്ക ഒരു തരത്തിൽ ന്യൂനപക്ഷത്തിനിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആശങ്ക ഉള്ളത് കൊണ്ടാണല്ലോ 2019-ഉം 2024-ഉം തമ്മിലുള്ള ഒരു താരതമ്യം നോക്കിയാൽ ഈ ഒരു നറേറ്റീവിൽ വലിയ തലത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കാരണം അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ ചർച്ചാ വിഷയമാകുക എന്നുള്ളത് നമുക്ക്, ഞാനത് ചെറിയ വിഷയമായിട്ടാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ BJP ഇത്തരത്തിലുള്ള നേതാക്കളുടെ മക്കളെ കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല. കാരണം ഞാൻ രാഷ്ട്രീയം വായിക്കാനും പഠിക്കാനും തുടങ്ങിയിട്ടൊരു 10-40 കൊല്ലമായിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ കൃത്യമായ രീതിയിലുള്ള സംശയങ്ങളുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ നോക്കൂടെ, ഈ പത്മജയ്ക്ക് മുകുന്ദപുരം നൽകിയിരുന്നു. ഞാൻ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കുരുക്ഷേത്രം ചെയ്തിട്ടുള്ള ആളാണ്. പണ്ട് ഇപ്പോഴത്തെ കുരുക്ഷേത്രം പോലെയല്ല. ഇപ്പോഴത്തെ കുരുക്ഷേത്രം മോശമെന്നല്ല, അന്നത്തെ കുരുക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥികൾ നേരിട്ടാണല്ലോ വരുന്നത്. പത്മജയുണ്ട്, ലോനപ്പൻ നമ്പാടനുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. എനിക്കത് ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ട്. അന്ന് പത്മജ പറയുന്നതെന്ന് വെച്ചാൽ, പത്മജ അന്നേരം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പത്മജ ഏതോ ഒരാളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് രാജൻ കേസാണ്. അപ്പോൾ ആ സമയത്ത് രാജൻ കേസൊക്കെ ഉയർത്തണം. കാരണം പത്മജ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ രാജൻ കേസിൽ പത്മജ മറുപടി പറയണം. പത്മജ മറുപടി പറഞ്ഞു കളഞ്ഞു. പത്മജയോട് ചോദിച്ചു, ഈ രാജൻ കേസിൽ എങ്ങനെയാണ് രാജൻ കൊല്ലപ്പെട്ടത്? അപ്പോൾ പത്മജ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, മകൻ നക്സലൈറ്റ് ആയാൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കുമെന്നാണ്. പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബാനർ ഹെഡിങ് ആണത്. അന്ന് N മാധവൻകുട്ടിയാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റർ. ബാനർ ഹെഡിങ് ആണ്, മകൻ ഇങ്ങനെ ആയാൽ, മകൻ നക്സലൈറ്റ് ആയാൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയത്തിലെ പക്വതയില്ലായ്മ, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവില്ലായ്മ, അത് വലിയ നിലയിൽ ആ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. പിന്നീട് അങ്ങോട്ട് ശരിയായിരുന്നു, ആ കാലഘട്ടത്തിലൊരു UDF വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. 2001 വന്ന UDF സർക്കാർ ആൻറ്റി ഇൻകംബൻസി നേരിടുകയായിരുന്നു 2004 ആകുമ്പോഴേക്കും എന്നുള്ള. പക്ഷേ പത്മജയെ സംബന്ധിച്ചിടത്തോളം പോലും അതൊരു തിരിച്ചടിയാകാനുള്ള ഒരു കാരണം അതായിരുന്നു എന്നുള്ളതാണ്. 1.5 ലക്ഷം വോട്ടിനാ മറ്റാണെന്നല്ലോ എന്നുവെച്ചാൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആദ്യം ജയിക്കേണ്ട സീറ്റാണ് മുകുന്ദപുരം. പക്ഷേ അവിടെ ലോനപ്പൻ നമ്പാട് 1.5 ലക്ഷം വോട്ടിന് ജയിക്കുകയാണെന്നുള്ളതാണ്. തൃശ്ശൂർ 2016 തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ, കാരണം അവിടെ VS സുനിൽകുമാറാണ് എതിർ സ്ഥാനാർത്ഥി. ജയിക്കാനുള്ള സാധ്യത ബലാബലം ഒരേപോലെയാണ്. പക്ഷേ 2021 ജയിക്കാമായിരുന്നു. 21 ജയിക്കാൻ ഞാൻ ആ മണ്ഡലത്തിൽ പോയതാ. 21 ഞാൻ ആ മണ്ഡലത്തിൽ പോയതാ. 3 പേരെയും ഈ സുരേഷ് ഗോപിയുടെ പിന്നെ വിവാദമായ എൻ്റെ ഒരു ഇതില്ലേ, ഒരു ഇൻ്റർവ്യൂ ഇല്ലേ, വീഡിയോ ഇല്ലേ, അത് ആ സമയത്താണ് 2021. അന്ന് ഞാൻ സുരേഷ് ഗോപിയെയും കാണുന്നുണ്ട്, പത്മജ വേണുഗോപാലിനെയും കാണുന്നുണ്ട്, ഇപ്പോഴത്തെ അവിടുത്തെ MLA യും കാണുന്നുണ്ട്. ഞാനവിടെ ഉറപ്പിച്ചതാണ്,
പത്മജ വേണുഗോപാൽ ജയിക്കാൻ പോകുന്നു. കാരണം പത്മജ പഴയതുപോലെ അല്ല. പത്മജ കുറച്ചുകൂടി ഞാൻ പത്മജയുടെ വാഹനത്തിൽ കയറിയതാണ്. പത്മജയുടെ മറ്റേ ഈ ഓപ്പൺ വെഹിക്കിളിൽ പത്മജ കൈവീശുമ്പം ആളുകൾ വീടുകളിൽ നിന്നൊക്കെ പെണ്ണുങ്ങൾ തിരിച്ച് കൈവീശുന്നൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ പത്മജയ്ക്ക് ആളുകളുമായി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021 പക്ഷേ അവിടെ സുരേഷ് ഗോപി കയറി UDF-ന്റെ കുറേ വോട്ടുകൾ കൊണ്ടുപോയി. വളരെ ചെറിയ വോട്ടിനാണ് ജയിച്ചത്. മാത്രമല്ല LDF-ന്റെ സ്ഥാനാർത്ഥി അത്ര ആകർഷകത്തുള്ള ഒരു സ്ഥാനാർത്ഥി അല്ല. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും സ്പ്ലിറ്റിനിടയിൽ, പത്മജയുടെയും സുരേഷ് ഗോപിയുടെയും വോട്ട് സ്പ്ലിറ്റിനിടയിൽ ആര് പോയി? അല്ല, പത്മജയുടെയും സുരേഷ് LDF-ന് ഒരു സ്വന്തമായ വോട്ടുകളുണ്ടല്ലോ. ഇവർ രണ്ടുപേരും വോട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തുകൊണ്ട് LDF-ന് ഒരു ചെറിയ എഡ്ജ് കിട്ടി. അങ്ങനെ അപ്പോൾ നിർഭാഗ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പിന്നെ UDF-ന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UDF-ൽ ഘടകകക്ഷിയായി മത്സരിക്കുമ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഈ കാലുവാരലെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളതാണ്. അത് കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടൊക്കെ കരുണാകരൻ എത്ര പേരെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്, എത്ര പേരെ പാലം വലിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കരുണാകരൻ്റെ മകള് എത്തരത്തിലൊരു ആക്ഷേപം എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്ന് പറയുന്നത് അത്ഭുതകരമാണ് എന്നെ സംബന്ധിച്ച്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ആണോ? തീരുമാനമായോ? പിന്നെ നരേന്ദ്രമോദിയെ ആരാധിക്കും. എന്തിനാ നരേന്ദ്രമോദിയെ ആരാധിക്കുന്നത്? 2002 പിന്നെ കലാപം സൃഷ്ടിച്ചതിനോ? കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്ന രാഷ്ട്രീയ PR എക്സസൈസ് സൃഷ്ടിച്ചിട്ട് എന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് പത്മജ. പറഞ്ഞാൽ പോരാ. നോക്ക്, പത്മജ ഇന്നിപ്പോ BJP-യുടെ ദേശീയ ആസ്ഥാനത്ത് ചെന്നിട്ട് കാവി ഷോളൊക്കെ ഇട്ട് വാർത്താ സമ്മേളനം നടത്തി എനിക്ക് നരേന്ദ്രമോദിയോട് ആരാധന. എന്ത് കാര്യത്തിന് ആരാധന ചോദിക്കണ്ടേ? നേതൃപാടവത്തിനെന്ന് പറഞ്ഞു. നേതൃപാടവം? എന്ത് നേതൃപാടവം? ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ചില മിലിറ്ററി ഡിക്റ്റേറ്റർമാരോട് ആരാധന തോന്നുന്ന പോലെ മാത്രം. കോൺഗ്രസിന്റെ ആഫീസിൽ ഇരുന്നു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇരുന്നു കൊണ്ട് ഈ പത്മജ വേണുഗോപാലൻ നരേന്ദ്രമോദി ആരാധിക്കും. എനിക്ക് പത്മജയായിട്ട് വ്യക്തിപരമായി ഒരാളാണ് ഞാൻ. പറച്ചിലുണ്ടല്ലോ, അത് കടുത്തുപോയി. അത് പത്മജ പറയാൻ പാടില്ലായിരുന്നു. പത്മജക്ക് പറയാം, എനിക്ക് ഈ അടുത്ത കാലത്ത് ഈ രാഷ്ട്രീയമായ വ്യത്യാസം എൻ്റെ പാർട്ടിയോടുണ്ട്, അതുകൊണ്ട് ചെയ്തു എന്ന് പറയാം. എന്നല്ലാതെ ഞാൻ കുറേ കാലമായിട്ട് നരേന്ദ്രമോദിയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ എന്താ സുജയ? കോൺഗ്രസ് ഇവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പൊയ്ക്കോളൂ. പക്ഷേ കൂടെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ അവരുടേതായിട്ടുള്ള ജീവിതം ഈ നിലയിൽ വളരെ എന്താ പറയുക, ഈ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഇവിടെ ഭരണമില്ല, അവിടെ 10 കൊല്ലമായിട്ട് ഭരണമില്ല. ഇവിടെ കോൺഗ്രസ്സുകാരനായി നിൽക്കുന്നവരൊന്നും ഒന്നുമില്ല. അവനെയൊക്കെ ചതിച്ചിട്ട് ഇങ്ങനെ പോകാൻ പാടില്ല. അല്ലെ ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞിട്ട് പോകാൻ പാടില്ല. അരുൺ പറഞ്ഞോളൂ. അല്ല, സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്നാൽ ഒരു വാർഡിൽ പോലും വിജയിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് അനിൽ ആന്റണി എന്നും ഈ പറയുന്ന പത്മജ വേണുഗോപാൽ എന്നുമുള്ള ഒരു പൊതുവായുള്ള നിരീക്ഷണമുണ്ട്. ഞാൻ ആ നിരീക്ഷണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. കാരണം ആ സ്വന്തമായ ഏതെങ്കിലും വ്യക്തിത്വത്തിന്റെ ഗുണം കൊണ്ടോ ഒരു രാഷ്ട്രീയ ആശയം കൊണ്ടോ എപ്പോഴെങ്കിലും ഈ രണ്ടുപേരും ഒരു പൊതു നിലപാട് സ്വീകരിച്ചതായി എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു പൊതുവിഷയത്തിൽ പൊതുസമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഒരു പൊതു രാഷ്ട്രീയ വിഷയമോ ആശയമോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും നിന്നിട്ടില്ല. ടോം വടക്കനും നിന്നിട്ടില്ല. അപ്പോൾ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ആക്രികളെ മാത്രം പെറുക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമായിട്ട് BJP മാറുന്നതിനുള്ളൊരു കൗതുകമാണ് എനിക്കുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ പത്മജ വേണുഗോപാലിനെ കൊണ്ട്? പത്മജ വേണുഗോപാലിന് 1000 വോട്ട് പോലും തൃശ്ശൂർ കോർപ്പറേഷനിൽ പിടിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെയാണ് ഈ പറയുന്ന പാർട്ടി ദേശീയ ആസ്ഥാനത്ത് കൊണ്ടുപോയി ഷോളൊക്കെ അണിയിച്ച് നിങ്ങൾ ഒരു പാർട്ടിയുടെ ഒരു ലീഡറുടെ മകൾ വന്നിരിക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല അശോക് ചവാന്റെ കാര്യത്തിൽ, ഇങ്ങനെയല്ല നമ്മൾ സുവേന്ദു അധികാരിയുടെ കാര്യത്തിൽ, ഇങ്ങനെയല്ല മുരളീധരയുടെ മകൻ മിലിന്ദ് ദേവറയുടെ കാര്യത്തിൽ, ഈ ജയൻ ചൗധരിയുടെ കാര്യത്തിൽ. അവർക്കൊക്കെ ഇറങ്ങിപ്പോന്നാൽ പുറകെ വരാൻ 3-4 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ഇവരിറങ്ങി വന്നാൽ തൊട്ടപ്പുറത്തെ അയൽവർക്കത്തിലെ ആൾക്കാർ പോലും അയ്യോ കഷ്ടം പോയി എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ കയറി പോകുമെന്നല്ലാതെ ഒരു രാഷ്ട്രീയ ചലനവും ഉണ്ടാക്കാൻ കഴിയാത്ത തൽക്കാലം ഒരു ഞെട്ടൽ എന്ന രീതിയിൽ മാത്രമേ പത്മജയുടെ പോക്കിനെ കാണുന്നുള്ളൂ. അത്
അത് ഞെട്ടലല്ല, കൊതുക് കടിച്ചിട്ട് കോൺഗ്രസ്സുകാർ അതിനെ കൊതുക് കടിക്കുമ്പോൾ കാണിക്കുന്ന ഒരുതരം ലാഘവത്തോടു കൂടി കൊതുകിനെ ആട്ടി സമീപിക്കും. ഇരിക്കേണ്ടി പ്രശ്നമുള്ളത് എന്തെന്ന് വെച്ചാൽ അത് സൃഷ്ടിക്കുന്ന ഒരു വലിയ സംവാദമുണ്ട്. അതെ, അങ്ങനെ ആട്ടിയിരിക്കേണ്ടി വരും, അവിടെയും അങ്ങനെ അനുഭവേണ്ടി വരും, പ്രത്യേകിച്ച് ജോലിയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു നിർത്തുന്നു, ലാസ്റ്റ് പോയിന്റ് ഇതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് ബി ജെ പിയുടെ ഒരു ടാക്ടിക്സ് ആണ്. ബി ജെ പി ഇത് എപ്പോഴാണ് തിരിച്ചറിയുന്നത്? തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. ഇത് സൂചിപ്പിക്കുന്നത് അത്ര കാര്യങ്ങൾ സുരക്ഷിതമല്ല എന്നാണ്. നേരത്തെ എന്താണ് 2 അക്കം കടക്കും കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഈ 2 തെരഞ്ഞെടുപ്പിലും അമ്പയെ തോറ്റ് പരാജയപ്പെട്ട പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം ഇനി കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവർ ഏത് മൂഢസ്വർഗത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതൊരു പ്രവർത്തകർക്കിടയിൽ ഒരു ദിവസമെങ്കിലും ഇന്ന് അല്പം ആശങ്കയോ അമ്പരപ്പോ ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവമാണ്. ശരി, നമ്മുടെ സമയം അടുത്തൊരു വിഷയം കൂടി ഉള്ളതുകൊണ്ടാണ്. പത്മജ പാർട്ടിയെ ചതിച്ചോ എന്നാണ് ചോദ്യം. ചതിച്ചു എന്ന് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. Meet the editors.